കറിയിൽ ഉപയോഗിക്കുന്ന കായം, അതുപോലെ നല്ല പുളിപ്പുള്ള തൈര്, ഈ രണ്ട് സാധനം മതി. എത്ര കുരുടിച്ചു പോയ മുളക് തൈയും ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം കണ്ടറിയാൻ കഴിയും. കുരുടിപ്പൊക്കെ മാറി പുതിയ തളിരുകളൊക്കെ വന്നു തുടങ്ങും. പിന്നീട് മുളക് ചെടി പൂർണ്ണമായി നല്ല ഉഷാറായി വളരുകയും ചെയ്യും. ഇതിന് എടുക്കേണ്ടത് നല്ല പുളിപ്പുള്ള തൈരാണ്. 1 ലിറ്റർ വെള്ളമാണ് എങ്കിൽ 100 മില്ലി തൈര്. ഇവിടെ ഞാൻ 2 ലിറ്റർ വെള്ളത്തിലേക്കാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 200 മില്ലി തൈരാണ് എടുക്കുന്നത്. 200 മില്ലി തൈര്, 2 ലിറ്റർ വെള്ളം, അതിലേക്ക് 1 സ്പൂണ് കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. 2 ലിറ്റർ വെള്ളവും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ കായവും തൈരും ഒക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം. ഏതാണ്ട് ഒരു 5 മണിക്കൂർ ഇതിനെ നമുക്ക് ഇങ്ങനെ വെക്കാം. 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് എടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ ഒരു തുണി വെച്ച് അതിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. കൈകൊണ്ടാണ് തളിക്കുന്നതെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിക്കേണ്ടത് കൊണ്ടാണ് അരിക്കുന്നത്. കുരുടിപ്പ് രോഗത്തിന് പ്രതിവിധിയായി കീടനാശിനികളൊക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇത്തരം പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ഒരു കേടും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ലത്. ഇതാണെങ്കിൽ 100% ഇതിന് റിസൾട്ട് കിട്ടും. കുരുടിപ്പുള്ള ചെടിയിലാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ പഴയ ഇല അങ്ങനെ തന്നെ ഉണ്ടാവും. കഴിയുമെങ്കിൽ ആ പഴയ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരാഴ്ച കൊണ്ട് തന്നെ പുതിയ തളിരിലകളൊക്കെ വന്നു തുടങ്ങും. അതിൽ പൂവിടും. ഒരാഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടി ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു 15 ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മുളക് ചെടിക്ക് ഈ കുരുടിപ്പ് രോഗം എന്ന ഈ അസുഖം ഒരിക്കലും വരില്ല. ശരിക്കും നമ്മൾ ഈ ചെടിയൊക്കെ വെച്ച് ഒരു 4-5 ഇല പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുരുടിപ്പ് രോഗവും അതുപോലെ വെള്ളീച്ച അത്തരം ഉപദ്രവകാരികളായ കീടങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.